ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ വേക്കൻസിയാണ്. കേരളത്തിന് മാത്രമായിട്ട് കേരളത്തിലുള്ള കാൻഡിഡേറ്റിന് മാത്രമുള്ള വേക്കൻസിയാണ്. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ വേക്കൻസിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാരുടെ വേക്കൻസി ഉണ്ട്, 12ാം ക്ലാസ്സുകാരുടെ വേക്കൻസി ഉണ്ട്, ഗ്രാജുവേറ്റിന്റെ വേക്കൻസി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ വേക്കൻസി ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട വേക്കൻസി ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന അക്കൗണ്ടന്റ് 1, 2, 3, അതായത് അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 3 ഡിപ്പാർട്ട്മെന്റിലുണ്ട്. കേരളത്തിന്റെ 3 ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതാണ് അക്കൗണ്ടന്റ് 1, 2, 3 എന്ന് കൊടുത്തിരിക്കുന്നത്. സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്, റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ട്, ഓഫീസ് അറ്റൻഡന്റിന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. ഇത്രയും വേക്കൻസി പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ്, കേരളത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് കിടക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അപ്ലൈ ലിങ്ക് തരുന്നുണ്ട്. എല്ലാം PSC വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുവാനുള്ള ആ ഒരു ഫോർമേറ്റ് ഒന്നാണ്. ആ ഒരു പേജ് നിങ്ങൾക്ക് ഒരു പേജ് കിട്ടും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം അവിടെ ചെന്നിട്ട് നിങ്ങൾ ഓരോ സർക്കുലറിന്റെ നമ്പർ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഏത് സർക്കുലർ ഞാൻ തരുന്ന 8 സർക്കുലറും നിങ്ങൾ തുറന്നു നോക്കി ആ 8 സർക്കുലറിലെയും ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ആകുന്നത്, ആ മാച്ചിന്റെ ആ സർക്കുലറിന്റെ നമ്പർ നോക്കി നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ സർക്കുലറും ഞാൻ ഓരോ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അതിനു മുന്നേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ 8 നോട്ടിഫിക്കേഷനാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ വീഡിയോയുടെ താഴെ തന്നേക്കാം. ഈ കാണുന്ന 8 നോട്ടിഫിക്കേഷനാണ്. ഈ 8 നോട്ടിഫിക്കേഷനും വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളിലാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായി വേക്കൻസി വരുന്നത് നമുക്ക് ഈ ഓരോ ലിങ്കും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ലിങ്ക് ഓപ്പൺ, ഇപ്പോൾ തന്നെ ഫസ്റ്റ് ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇത് വരുന്നത് കാറ്റഗറി നമ്പർ. ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കണം. അപ്പം ഈ ഒരു വേക്കൻസി നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പം ഈ കാറ്റഗറി നമ്പർ 750/2025 എന്നുണ്ട്. ഇത് നോക്കണം. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഫെബ്രുവരി 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്പർ ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പാർട്ട് 2 സൊസൈറ്റി, ഇതത്ര കാര്യമല്ല. ഇവിടെ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ത്രൂ ഓൺലൈൻ വൈ 1 ടൈം രജിസ്ട്രേഷൻ ഓൺലി ഫ്രം ക്വാളിഫൈഡ് റെഗുലർ എംപ്ലോയീസ്. അപ്പൊ ഈ കേര കർഷക സഹകരണ ഫെഡറേഷന്റെയാണ്. ഇവിടെ കേര കർഷക സഹകരണ ഫെഡറേഷൻ ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. അപ്പം സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് 16,500 തൊട്ട് 35,700 വരെയുണ്ട്. അപ്പൊ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ പ്രൊവിഷൻ പീരീഡ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങളുടെ 18 തൊട്ട് 50 വയസ്സ് വരെയുള്ള പറയുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്. ഞാൻ ഓടിച്ചു പോകുന്ന ഈ 8 സർക്കുലർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചോടിച്ച് പറയുന്നത്. പാസിംഗ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് 7ാം ക്ലാസ് പാസ്സായാൽ മതി. ഇതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല അവിടെ. നിങ്ങൾക്ക് ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് അത്ര മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് വരണം. ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലുണ്ട്. ഈ 8 സർക്കുലറിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഷയാണ് നിങ്ങൾക്ക് കൺവീനിയന്റ്, ആ ഭാഷയിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വായിക്കാൻ പറ്റും. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് മേൽവിലാസം ഇതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ദിവസം, അതായത് 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ 2ാമത്തെ സർക്കുലറിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഞാൻ 2ാമത്തെ സർക്കുലർ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഇച്ചിരി വലുതായിട്ട് കാണിക്കാം നിങ്ങളെ. ഇവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇതും 4-ാം തീയതി ഫെബ്രുവരി, ഇതും ഫെബ്രുവരി 4-ാം തീയതിയാണ്. കാറ്റഗറി നമ്പർ ഇവിടെ 744/2025 പറയുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും കാറ്റഗറി നിങ്ങൾ ഓർത്തിരുന്നോണം. ഇത് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാര്യം അപ്പോൾ ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ മറക്കത്തില്ല. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾ അവിടെ നോക്കിയാൽ അതിൻ്റെ നേരെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കേരള സ്റ്റേറ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ബോർഡിൻ്റെയാണ് ഈ വേക്കൻസി.
ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ്. നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 20,000 തൊട്ട് 45,800 വരെയാണ്. അന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഇതിന്റെ വേക്കൻസി എത്രയുണ്ടെന്ന് ഇവര് പറയുന്നില്ല. ബാക്കി നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റാണ്. നിങ്ങൾക്ക് പരീക്ഷയോ എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, പാസ് ഇൻ +2 ഈക്വലന്റ് ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം +2 പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. താഴെ നിങ്ങൾക്ക് മലയാളത്തിലും കാണാൻ പറ്റും. നിങ്ങൾക്ക് മലയാളത്തിൽ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തുണ്ട്. താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇനി ഞാൻ 3ാമത്തെ സർക്കുലർ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ്. ഇത് ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് റിസപ്ഷനിസ്റ്റ് ആണ്. ഇതും ഫെബ്രുവരി 4-ാം തീയതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്പർ 745/2025 ആണ്. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഒളി ത്രൂ വൺ ടൈം രജിസ്ട്രേഷൻ ക്വാളിഫൈഡ് ഫീമെയിൽ. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഒരു പോസ്റ്റേ ഉള്ളൂ ഇതും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കുക. മെത്തേഡ് അപ്പോയിൻമെന്റ്, സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഏജ് 18 തൊട്ട് 36 വയസ്സുള്ളവർക്കാണ്. ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ടായിരിക്കണം. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം. 3ാമത്തെ ജൂനിയർ അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. ഇത് ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ കാറ്റഗറി നമ്പർ 746/2025 ആണ്. ഇത് 4-ാം തീയതി ഫെബ്രുവരി 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതും. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമോ അല്ലെങ്കിൽ പരീക്ഷ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നെയിം ഓഫ് ദ ഫാം കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയാണ്. ആ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ വേക്കൻസി വരുന്നത്. ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. 19,000 തൊട്ട് 43,600 വരെ നിങ്ങൾക്ക് പേയ്മെന്റ് സാലറി ഉണ്ടായിരിക്കും. ഇതിന്റെ നിങ്ങളുടെ ഈ ജോബ് ഇവർ എത്രയാണെന്ന് അല്ലെങ്കിൽ വേക്കൻസി എത്രയാണ് ഇവിടെ പറയുന്നില്ല. ഇവിടെ നോട്ട് എന്താ പറയുന്നതെന്ന് നിങ്ങൾ നോക്കണം. അതുകൂടാതെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണിത്. 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി പ്രൊവിഷൻ പീരീഡ് ഇവിടെ പറയുന്നുണ്ട് എത്രയൊക്കെയാണ്. മോഡൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. സൂപ്പർവൈസറുടെ വേക്കൻസിയാണ്. ഇവിടെ ഞാൻ സൂപ്പർവൈസറുടെ ഇത് ഓപ്പൺ ചെയ്ത് ഇതും നിങ്ങളെ ഇച്ചിരി കാര്യം ഇത് ഞാനിവിടെ ലാപ്ടോപ്പിലാണ്, പക്ഷെ മൊബൈലിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണുവാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലുതായിട്ട് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. കാറ്റഗറി 748/2025 ആണ്. ഇവിടെ റിഹബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലാണ് ഈ വേക്കൻസി വരുന്നത്. ജനറൽ വർക്ക് സൂപ്പർവൈസർ ഒബ്ലിക് ടാപ്പിംഗ് സൂപ്പർവൈസർ ആണ്. സ്കെയിൽ നിങ്ങൾക്ക് 17,500 തൊട്ട് 39,500 വരെയുണ്ട്. ഇതിനകത്ത് 5 വേക്കൻസി ഉണ്ട്. ഇവിടെ 5 വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള നോട്ട് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ഫീസും അടയ്ക്കേണ്ട. ഏജ് നിങ്ങളുടെ 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ കാണിച്ച ഈ നോട്ടിഫിക്കേഷനിൽ 7-ാം ക്ലാസ്സുകാരുടെ വന്ന്, 10-ാം ക്ലാസ്സുകാരുടെ വന്ന്, 12-ാം ക്ലാസ്സുകാരുടെ വന്ന്, ഗ്രാജുവേറ്റിന്റെ വന്ന് നോട്ട് തന്നിട്ടുണ്ട്. SC/SCക്കുള്ള റിലാക്സേഷന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്. ഇത് അക്കൗണ്ടന്റിന്റെയാണ്. 3 വേക്കൻസി 3 ഡിപ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ സർക്കുലർ വേറെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ കാറ്റഗറി നമ്പർ 751/2025 പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണിത്. ഇവിടെ അക്കൗണ്ടന്റ് പറയുന്നുണ്ട് സ്കെയിൽ ഓഫ് പേ 14,620 തൊട്ട് 25,280 വരെയുണ്ട്. ആൻഡ് ഇവിടെയും വേക്കൻസി എത്രയാണെന്ന് പറയുന്നില്ല. നോട്ട് എന്താണെന്ന് നിങ്ങൾ നോക്കണം. അവിടുന്ന് താഴോട്ട് വരെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് പരീക്ഷയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫീസൊന്നും അടയ്ക്കേണ്ട. ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബികോം ഡിഗ്രി ഫ്രം എ റെഗുലേറ്റഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ബികോം അക്കൗണ്ടന്റ് ആയതുകൊണ്ട് കൊമേഴ്സ് ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. ഇതും 4-ാം തീയതി ഫെബ്രുവരി 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയും താഴെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ മലയാളത്തിലുമുണ്ട്. അപ്പൊ ഈ അക്കൗണ്ടന്റിന് ഫസ്റ്റ് 1 ഇനി 2ാമത്തെ അക്കൗണ്ടിലേക്ക് പോകുക നമ്മൾ. ഇത് അക്കൗണ്ട് നമ്പർ 2 ആണ്. അതായത് 1, 2, 3 വ്യത്യസ്തമായ
ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നത് കൊണ്ടാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. നിങ്ങൾ നോക്കണം. ഇത് 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതി ഇത് അപ്ലൈ, 4-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്, നല്ല സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഫോർ എ പീരീഡ് ഓഫ് 2 ഇയർ, 2 വർഷത്തേക്ക് നിങ്ങൾക്ക് പ്രൊവിഷൻ പീരീഡ് ആയിരിക്കും. അവസാനമായിട്ടുള്ള ലാസ്റ്റത്തെ ആ ഒരു സർക്കുലറാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഏറ്റവും അവസാനത്താണ് അക്കൗണ്ടന്റ് 3. ഇത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഇതിന്റെ വേക്കൻസി വരുന്നത്. ഇത് ഞാൻ നിങ്ങളെ ഇച്ചിരി വലുതായിട്ട് കാണിക്കാം. ഇതും അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഡെവലപ്പ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറി ഡിപ്പാർട്ട്മെന്റ് ലിമിറ്റഡ്. ഇപ്പൊ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിന്റെ വേക്കൻസി വന്നിരിക്കുന്നത്. അക്കൗണ്ടന്റിന്റെ വേതനം 14,620 25,250 ഇവിടെ വേക്കൻസി എത്രയാണെന്ന് പറയുന്നില്ല. താഴോട്ട് വരുമ്പോൾ പ്രൊവിഷൻ പീരീഡ് നിങ്ങളുടെ ഇവിടെയും പറയുന്നുണ്ട്, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എന്താണെന്ന് പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് അധികം കാര്യങ്ങളില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ താഴെ പോയി മലയാളം വായിച്ചു നോക്കണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുകയും, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇതിന് ആൻസർ തരാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും വളരെ നല്ല വേക്കൻസിയാണ്, ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ്